സിദ്ധാർത്ഥന്റെ കേസിൽ നീതി കിട്ടുമോ എന്ന സംശയമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ്. തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടക്കുകയാണ്. വിസിയുടെ തീരുമാനങ്ങൾക്കെതിരെ ഗവർണറെ സമീപിക്കുമെന്നും ജയപ്രകാശ് ജനൻ ടിവിയോട് പറഞ്ഞു. ആദ്യം ആ പ്രതികരണത്തിലേക്ക്. സർക്കാരിന് ചെയ്യേണ്ടത് ഏറ്റവും വലിയ മാർഗമെന്ന് പറയുന്നത് എല്ലാവരുടെയും മൂടിക്കെട്ടുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ ആവശ്യപ്പെട്ടത് CBI അന്വേഷണം. CBI അന്വേഷണം എന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അതിനെ അംഗീകരിച്ചു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഉടൻ അംഗീകരിക്കുമ്പോൾ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന ചതി എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ അവരത് ഏകദേശം 90% വിജയിച്ചു. അപ്പോൾ ഈ CBI അന്വേഷണം വരുത്തിയിട്ട് വരുമ്പോഴെന്താണ് സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തെന്താണ് സംഭവിക്കുന്നതെന്ന് സർക്കാരിന് നല്ലവണ്ണം അറിയാം. കാര്യം ഒന്ന് എല്ലാവരും മൂടിക്കെട്ടും. ഈ സർക്കാരും ഈ മീഡിയയും, പ്രത്യേകിച്ച് മീഡിയയും പത്രവും, അത് കഴിഞ്ഞിട്ട് അടുത്ത രാഷ്ട്രീയക്കാരാണെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും എല്ലാ പേരും കക്ഷി രാഷ്ട്രീയം നോക്കാതെ എന്നെ സഹായിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഇതിനു വേണ്ടി നിന്ന എല്ലാവരുടെയും മൂടിക്കെട്ടുക. പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെ മൂടിക്കെട്ടുക. അതാണ് ഏറ്റവും വലിയ അത്യാവശ്യം. കുടുംബത്തിൻ്റെ മൂടിക്കെട്ടിക്കഴിഞ്ഞാൽ കുടുംബത്തിന് ആവശ്യമില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്താ ആവശ്യമെന്ന് സർക്കാർ ചോദിക്കും. അതുകൊണ്ട് നമ്മുടെ മൂടിക്കെട്ടി ഏറെക്കുറെ അവർ വിജയിച്ചു. ഒരാഴ്ച വരെ അവർ മൂടിക്കെട്ടി വെച്ചു. ആ സമയം ഈ ഒരാഴ്ച മതിയായിരുന്നു അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പോലീസ് അന്വേഷണം അവർ മതിയാക്കി വെച്ചു. അന്ന് തന്നെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അന്ന് രണ്ടുപേരെ അന്ന് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് അതോടുകൂടി അതങ്ങ് മതിയാക്കി വെച്ചു. അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. അന്വേഷണം നമ്മൾ അന്വേഷിക്കുന്നതോറും അത് അവിടെ എത്തിയിട്ടുണ്ട്, ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് കിട്ടുന്നതല്ലാതെ വേറൊരു ഇതുമില്ല. ശാലിനി ചേർന്നുണ്ട് വിവരങ്ങളുമായി. ശാലിനി, ഒരു പിതാവിൻ്റെ തോരാ കണ്ണീരാണ് നമ്മൾ ഇന്നും കേട്ടത്. അവർക്കാകെ പ്രതീക്ഷ ഉണ്ടായിരുന്നത് ഒരു സർക്കാരിലായിരുന്നു. ഇപ്പോൾ സർക്കാരും തങ്ങളെ കബളിപ്പിക്കുകയാണ്. ഈ സിദ്ധാർത്ഥന്റെ മരണത്തിൽ നീതി കിട്ടുമോ എന്നുള്ളൊരു സംശയം പറയുന്നുണ്ട്. രജനി, അതുതന്നെയാണ് അച്ഛന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിമർശനങ്ങൾ കൂടിയാണ് ജയപ്രകാശ്, സിദ്ധാർത്ഥന്റെ അച്ഛൻ, സംസ്ഥാന സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഇപ്പോൾ നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ മാസം 9-ാം തീയതിയാണ് ഇത്തരത്തിലൊരു മരണം സംഭവിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു മാസം പിന്നിടുമ്പോഴും അന്വേഷണം കൃത്യമായ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള തുടക്കം മുതൽ തന്നെ കുടുംബം ആരോപിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ കുടുംബം നേരിട്ട് മുഖ്യമന്ത്രിയെ സമീപിക്കുന്നത്. മുഖ്യമന്ത്രിയെ സമീപിച്ച് തിരികെ ഇവർ വീട്ടിലെത്തുന്നതിനുള്ളിൽ തന്നെ അടിയന്തരമായി CBI അന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ച് ഉത്തരവാകുന്നു. പക്ഷേ ഉത്തരവായി ആഴ്ചകൾ പിന്നിട്ടിട്ടും ഇതിലൊരു നടപടി ഇപ്പോൾ എങ്ങും എത്തിയിട്ടില്ല. അതിനെതിരെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ സർക്കാരിനെതിരെയും കുടുംബം രംഗത്തെത്തിയിട്ടുള്ളത്. അന്വേഷണം തേച്ചു മായ്ച്ച് കളയാൻ, ഒപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കാനാണ് ഇത്തരത്തിലൊരു സമീപനം നടത്തുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ തന്റെ അടക്കമുള്ള കുടുംബാംഗങ്ങളുടെയും മാധ്യമങ്ങളുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും ഒക്കെ തന്നെ വായ മൂടിക്കെട്ടാനുള്ളൊരു ശ്രമം അത് തുടക്കത്തിൽ ഈ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നു. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ ഒരു സമീപനവും നടപടിയും എന്നുള്ളതാണ് കുടുംബം ആരോപിക്കുകയും ചെയ്യുന്നത്. ഇതിനെതിരെ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് ഔദ്യോഗികമായി പ്രതിഷേധവുമായി എത്തുമെന്നുള്ളതാണ് ജയപ്രകാശ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ജനം ടിവിയോട് പ്രതികരിച്ചിട്ടുള്ളത് അത്തരത്തിൽ തന്നെയാണ്. കാരണം തന്റെ മകന് നീതി വേണം, ആ നീതിക്കായി ഉറപ്പ് നൽകിയിട്ടുള്ളത് CBI അന്വേഷണം എന്നുള്ള വാക്കും ഉറപ്പ് നൽകിയത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് താനും തന്റെ ഭാര്യയും കുടുംബവും ഉൾപ്പെടെ പ്രതിഷേധ മാർച്ചുമായി ഉടൻ തന്നെ എത്തുമെന്നുള്ളതാണ്. ആ പ്രതിഷേധ മാർച്ച് കഴിയുന്നതോടെ തനിക്ക് നീതി ലഭിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ ഇപ്പോൾ നീതി ലഭിക്കില്ല എന്നുള്ള പ്രതീക്ഷ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം വലിയ രീതിയിലുള്ള പ്രതീക്ഷയോടെയാണ് മുഖ്യമന്ത്രിയെ സമീപിച്ചത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് നൽകിയ ഉറപ്പ് അത് വെറും ഒരു പാഴ്വാക്കായി പോയി എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു കുടുംബം ആരോപിക്കുന്നത്. അതേസമയം തന്നെ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ VCക്കെതിരെയും ഗുരുതര ആരോപണങ്ങൾ ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കുടുംബം ആരോപിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 33ഓളം പേർ കുറ്റാരോപിതരാണ്. സസ്പെൻഡ് ചെയ്ത സാഹചര്യമുണ്ട്. ഈ 33 പേരെയും തിരികെ കോളേജിലേക്ക് എടുക്കുന്ന ഒരു സമീപനം VC സ്വീകരിച്ചിരുന്നു. ആ VC സ്വീകരിച്ച നടപടി സംസ്ഥാന സെക്രട്ടറി ഈശ്വരപ്രസാദ് കൂടി ചേരുന്നുണ്ട്. ശ്രീ ഈശ്വരപ്രസാദ്, താങ്കൾ ഈ ABVPയുടെ സമരം, അതായത് സിദ്ധാർത്ഥന്റെ മരണത്തിൽ നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ആ സമരത്തിലൊക്കെ തന്നെ പങ്കെടുത്ത ഒരു ആൾ കൂടിയാണ്. ആ സമരമൊക്കെ തന്നെ നടത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നു ഈ സിദ്ധാർത്ഥന് നീതി ലഭിക്കും എന്നുള്ളത്. അവസാനം CBI അന്വേഷണത്തിനൊക്കെ ഉത്തരവിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിണറായി സർക്കാർ. പക്ഷേ അതൊന്നും തന്നെ ഫലവത്തായിട്ട് കാണുന്നില്ല. സർക്കാരിനെതിരെ ഒരു രൂക്ഷമായ വിമർശനങ്ങളാണ് സിദ്ധാർത്ഥന്റെ പിതാവ് നമ്മൾ ജനം ടിവിയോട് വ്യക്തമാക്കിയിരിക്കുന്നത്.
തീർച്ചയായിട്ടും നമുക്കറിയാം, കഴിഞ്ഞ ഒരു മാസം മുമ്പ്, അതായത് 9-ാം തീയതിയോളം ആയ സമയത്ത് CBI അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം ഇതുവരെ അതിന്റെ ഒരു പേപ്പർ പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ഇതേ സമയത്ത് തന്നെ വയനാട്ടില് പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് പ്രതികളെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ തെളിവുകൾ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ABVPയുടെ സമരം അവസാനിച്ച സമയത്ത് അതിന് പിറ്റേ ദിവസം പിതാവ് മുഖ്യമന്ത്രി കണ്ട സമയത്താണ് CBI അന്വേഷണം ഉത്തരവിട്ടത്. അന്ന് തന്നെ ABVP പറഞ്ഞിട്ടായിരുന്നു, ഇതിൽ നീതി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ക്ലിഫ് ഹൗസിനെയും മുഖ്യമന്ത്രിയെയും നേരിട്ടുകൊണ്ട് പ്രതിഷേധം ഉയർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ, ഇപ്പൊ ഇത്രയും ദിവസമായിട്ട് മുന്നോട്ട് പോകാത്ത സർക്കാർ, ഇന്നലെ തന്നെ ഞങ്ങൾ ആലോചിച്ചിരുന്നു, ഇനിയുള്ള ദിവസങ്ങളിൽ ക്ലിഫ് ഹൗസിന് നേരെയും അതിൽ മുഖ്യമന്ത്രിക്ക് നേരെയുള്ള പ്രതിഷേധങ്ങളുമായിട്ട് ABVP മുന്നോട്ട് പോകും. എന്നാൽ ഇപ്പോൾ ഈ തിടുക്കപ്പെട്ട ഒരു CBI അന്വേഷണം എന്ന് പറയുന്നത് ഈ പ്രതിഷേധങ്ങളെയൊക്കെ തന്നെ അല്ലെങ്കിൽ അതിനെയൊക്കെ തന്നെ അടച്ചു വെക്കുക അല്ലെങ്കിൽ മൂടി കെട്ടിവെക്കുക, ആ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു പിണറായി സർക്കാരിനുള്ളത്. ഒപ്പം കുട്ടി സഹാക്കളാണ് അകത്ത് പോയിരിക്കുന്നത്, അവരെ സംരക്ഷിക്കുക കൂടെ വേണം പിണറായിക്ക്. അതുകൊണ്ടാണല്ലോ ഇത്രയും ദിവസം ഉത്തരവിട്ടതിന് ശേഷം ഇത്ര ദിവസമായിട്ട് ആ പേപ്പർ മൂവ് ചെയ്യാത്തത്. CBI അന്വേഷണത്തിലുള്ള ഒരു പേപ്പർ പോലും മൂവ് ചെയ്തിട്ടില്ല സർക്കാരിൽ നിന്ന്. അപ്പൊ ഇത്രയും ദിവസം കിട്ടുന്ന സമയത്ത് ഈ സമയങ്ങളിൽ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചും മറ്റ് ഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തെളിവുകളെ നശിപ്പിക്കുക, അതോടൊപ്പം തന്നെ SFIക്കാരായിട്ടുള്ള പ്രതികളെ സംരക്ഷിക്കുക, ഈ പ്രവർത്തനത്തിന്റെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് മൂവ് ആക്കാതെ ഇത് വെച്ചിട്ടുള്ളത്. ഇത് നമുക്കറിയാം, പല കേസുകളിലും CBI അന്വേഷണം ഉത്തരവിട്ടിട്ടും അതെല്ലാം വിജയത്തിലെത്താത്തതിന്റെ കാരണം ഇതേപോലെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള തെളിവ് നശിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതുകൊണ്ടാണ്. അപ്പൊ അതിനുള്ള സാവകാശം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇത് ഒരിക്കലും അനുവദിക്കുന്നതല്ല. ശക്തമായ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകും. അടുത്ത ദിവസം തന്നെ ആ പേപ്പറുകളും മറ്റു കാര്യങ്ങളും നടപടിക്രമങ്ങളും പൂർത്തീകരിക്കണം. CBI അന്വേഷണത്തിന്റെ ബാക്കി എല്ലാ കാര്യങ്ങളും അടുത്ത ദിവസം തന്നെ പൂർത്തീകരിക്കണം. അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം മുഖ്യമന്ത്രി നേരിടേണ്ടി വരും. നീതിക്കായിട്ട് ഒരു കുടുംബം പോരാടുകയാണ്. തൻ്റെ മകനാണ് നഷ്ടപ്പെട്ടത്. ഇപ്പോൾ ഈ ജയപ്രകാശ് പിതാവ് പറയും പോലെ ഇപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്ത വിദ്യാർത്ഥികളെ തിരിച്ചെടുത്തുള്ളൊരു നടപടി അതുകൂടി സംശയം ഉളവാക്കുന്നതാണെന്നാണ് പിതാവ് പറയുന്നത്. അതുതന്നെ വ്യക്തമാണ്. കാരണം ഇത്രയധികം ക്രൂരത നേരിട്ടതിന് ശേഷമാണ് സിദ്ധാർത്ഥൻ ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചതുപോലും. ആ ക്രൂരതകളൊക്കെ തന്നെ കണ്ണടയ്ക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ഇത്രയും നാള് അവർ വെയിറ്റ് ചെയ്തിരുന്നത് ഇതിൽ നിന്നൊരു ഇപ്പൊ മീഡിയ അറ്റൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയുന്ന സമയത്ത് അവരെ തിരിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇലക്ഷൻ തുടങ്ങിയുള്ള കാര്യങ്ങളുമായിട്ട് സമൂഹം മൊത്തം പോകുന്ന സമയത്ത് അതിന്റെ മറവിൽ ഇത് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാണ്. പക്ഷെ അതൊന്നും നമുക്കറിയാം, അതൊന്നും സമൂഹം മറക്കില്ല. അതെല്ലാം പൊതുസമൂഹത്തിന് മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തിരിച്ചെടുത്ത നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറം ലോകം പറഞ്ഞത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള തെളിവ് നശിപ്പിക്കാനും അവരെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനം ഇടതുപക്ഷവും സർക്കാരും പോലീസും കൂടി ചെയ്യും. അതേപോലെ നമുക്കറിയാം, കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നും SFIയുടെ അല്ലെങ്കിൽ CPMന്റെ അനുഭാവികളായിട്ടുള്ള പല അധികൃതരും ഇതിനു വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുന്നുണ്ട്. അതിനെതിരെ എല്ലാം ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം സമൂഹം തന്നെ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. കാരണം നമുക്കറിയാം, ആ അച്ഛൻ 41 ദിവസം ചടങ്ങുകൾ കഴിയാതെ പുറത്തു പോകില്ല എന്ന് ഉള്ള രീതിയിൽ തീരുമാനിച്ച ശേഷം അദ്ദേഹത്തിന് മുഖ്യമന്ത്രി കാണാൻ വേണ്ടിയിട്ട് വീട് വിട്ട് പോകേണ്ടി വന്നു. അതെന്താ വെച്ചാൽ മുഖ്യമന്ത്രി ആ വീടിനോട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു സർക്കാരിന്റെ ഒരു പ്രതിനിധിയും അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തൊരു അവസ്ഥ വരെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇത്രയും ചർച്ചയാവുന്ന സമയത്ത് CBI അന്വേഷണം പോലുള്ള കാര്യങ്ങൾ പ്രതിപക്ഷ സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ മുന്നോട്ട് വെക്കുന്ന സമയത്ത് അതിൽ നിന്ന് വിളിച്ചടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇലക്ഷൻ വരുന്ന സമയത്ത് അത്തരത്തിൽ പ്രചരണം സർക്കാരിനെതിരെയുള്ള ഒരു വികാരം വരാതിരിക്കാൻ വേണ്ടിയിട്ട് തൽക്കാലം CBI അന്വേഷണം പുറപ്പെടുപ്പിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറാമെന്നുള്ളതാണ് മുഖ്യമന്ത്രി കരുതിയത്. ഇതൊരിക്കലും സമ്മതിക്കുന്നതല്ല. ശക്തമായ പ്രതിഷേധം പൊതുജനത്തിന്റെ ഭാഗത്ത് തന്നെ ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരി, വളരെ നന്ദി ശ്രീ ഈശ്വരപ്രസാദ് പ്രതികരിച്ചാൽ. ശാലിനിയിലേക്ക് തന്നെ പോവുകയാണ്. ശാലിനി, പിതാവ് പറയും പോലെ തന്നെയാണ്, സിദ്ധാർത്ഥന്റെ പിതാവ് പറയും പോലെ തന്നെയാണ് ഈ അന്വേഷണത്തെ എങ്ങനെയെങ്കിലും ഒക്കെ തേച്ചു മാച്ച് കളയണം. കാരണം അതിൽ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് പറയുന്നത് SFI നേതാക്കളാണ്. അവരെ സംരക്ഷിക്കുക തന്നെ വേണം പിണറായി സർക്കാരിന്. അതിന് ഇങ്ങനത്തെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയേ മതിയാവും. പക്ഷേ അപ്പോഴും പിതാവ് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ക്ലിഫ് ഹൗസിലേക്ക് അടക്കം പ്രതിഷേധം സംഘടിപ്പിക്കും, കുടുംബം പ്രതിഷേധം നടത്തുമെന്ന് പറയുന്നു. അല്പസമയത്തിന് മുമ്പ് നമ്മളോട് പ്രതികരിച്ച ഈശ്വരപ്രസാദ് ABVP സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്. കാരണം ഈ സംഘടനാ നേതൃത്വത്തിൽ ABVPയുടെ നേതൃത്വത്തിൽ തന്നെ പ്രതിഷേധം ശക്തമാക്കുവാൻ തന്നെയാണ് തീരുമാനം. നീതി ലഭിക്കും വരെ, സിദ്ധാർത്ഥൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കും വരെ, സിദ്ധാർത്ഥൻ്റെ മരണത്തിന് നീതി ലഭിക്കും വരെ പ്രതിഷേധത്തിലേക്ക്, ആ പ്രതിഷേധം കനക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്.
രജനി, അത് തന്നെയാണ് ഈശ്വരപ്രസാദ് ഉൾപ്പെടെയുള്ള ABVP സമരത നേതാക്കന്മാർ നടത്തിയ മാർച്ച്, പ്രതിഷേധം അതൊക്കെ നടന്നതിന് തൊട്ടു പിന്നാലെയാണ് കുടുംബം ഈ മുഖ്യമന്ത്രിയെ കാണുന്നതും CBI അന്വേഷണം ആവശ്യപ്പെടുന്നതും തൊട്ടു പിന്നാലെ അന്വേഷണം പ്രഖ്യാപിക്കുന്നതും. പക്ഷേ ആ അന്വേഷണമാണ് ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുന്നത്. ആ അന്വേഷണത്തിന് ഇഴഞ്ഞു നീങ്ങലിനെതിരെയാണ് കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളതും. ഒപ്പം തന്നെ ക്ലിഫ് ഹൗസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി എത്തുമെന്ന് കുടുംബം അറിയിക്കുന്നു. ഒപ്പം തന്നെയാണ് VC സ്വീകരിച്ചിട്ടുള്ള നടപടി. 33ഓളം വരുന്ന വിദ്യാർത്ഥികളെ തിരിച്ച് സസ്പെൻഷൻ ഉൾപ്പെടെ നടപടികൾ റദ്ദാക്കി തിരിച്ചെടുക്കുന്ന നടപടിക്കെതിരെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, ചാൻസലർ കൂടി അദ്ദേഹത്തെ കൂടി കാണുമെന്ന് കുടുംബം അറിയിച്ചിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ അതിന്റെ നടപടികളിലേക്ക് കടക്കുമെന്നും കുടുംബം അറിയിക്കുന്നുണ്ട്. ഇവിടെയാണ് വലിയ രീതിയിലുള്ള ഗുരുതര ആരോപണം SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആർഷോ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കുടുംബം ആരോപിക്കുന്നുണ്ട്. കാരണം 8 മാസത്തോളം നിരന്തരമായി സിദ്ധാർത്ഥ് ഈ കോളേജിലും സർവകലാശാലയ്ക്കുള്ളിലും പുറത്തുമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു. അതിനൊക്കെ നേതൃത്വം നൽകിയത് SFIയുടെ സംസ്ഥാന ഘടകം ഉൾപ്പെടെയാണ്. പല ഘട്ടങ്ങളിലും അത് കുടുംബത്തോട് പറഞ്ഞിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം. CBI അന്വേഷണത്തിൽ തന്നെ തങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. അന്വേഷണം മുന്നോട്ട് പോകുന്നത് വരെ സമരവുമായും പ്രതിഷേധവുമായും നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു മാസം തുടരുക. ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ അമ്മാവൻ ഷിബു കൂടെ ചേരുന്നുണ്ട്. ശ്രീ ഷിബു, താങ്കൾ അടക്കം ഉള്ളവർ, താങ്കളും ഈ സിദ്ധാർത്ഥിന്റെ പിതാവും ഒക്കെ കൂടെ ചേർന്നിട്ടാണ് മുഖ്യമന്ത്രിയെ കാണാൻ പോയതും അതിനുശേഷം CBI അന്വേഷണമൊക്കെ തന്നെ പ്രഖ്യാപിച്ചതും. പക്ഷെ അതിന് ദിവസങ്ങൾ ഇത്രയും ആയിരിക്കുന്നു, യാതൊരു അനക്കവും കാണുന്നില്ല. ഇത് ഈ ഒരു അന്വേഷണമൊക്കെ തന്നെ ഒരു പ്രഹസനമായിട്ട് തന്നെയല്ലേ നമുക്ക് കാണേണ്ടത്? ഇതിനെതിരെ എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറെടുക്കുന്നത്? മാഡം, ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയെ കണ്ട ഉടനെ തന്നെ അന്നേ ദിവസം തന്നെ മുഖ്യമന്ത്രി ഇത് CBI അന്വേഷണം പ്രഖ്യാപിക്കുകയും അതുവഴി മാധ്യമങ്ങളുടെയും നമ്മുടെ വീട്ടുകാരുടെയും ജനങ്ങളുടെയും മൊത്തം വായടപ്പിക്കുകയാണ് ചെയ്തത്. അതോടുകൂടി ആ പ്രശ്നം ചർച്ച പോലും ഇല്ലാതായി. CBI അന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും മനസ്സിലാക്കും അവസാനമുള്ള എല്ലാം നമുക്ക് നീതി ലഭിച്ചു കഴിഞ്ഞു, CBI വരുമല്ലോ, ആ പ്രതീക്ഷയിലായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ ഇതിപ്പോൾ മനസ്സിലാക്കുന്നത് അതിന്റെ നിയമക്കുരുക്കുകളോ അതിന് കുരുക്കുകളോ കുറെ ഉണ്ടെന്ന് മനസ്സിലാകുന്നു. ഞങ്ങൾക്ക് കോടതി വഴി മൂവ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതിൽ നിന്ന് ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടന്നേനായിരുന്നു. ഈ ഗവൺമെന്റ് ഇത് പ്രഖ്യാപിച്ചതിലൂടെ ഇപ്പൊ അറിയാൻ കഴിയുന്നത് ഈ ഫയല് സീക്രട്ട്, ഭയങ്കര സീക്രട്ടായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നാണ്. അത് ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യവും അറിയാൻ കഴിയുന്നില്ല അതിനെക്കുറിച്ച്. ആ ഫയലിന്റെ പുറത്ത് എന്തൊക്കെ നടന്നുവെന്നോ അത് CBIക്ക് അയച്ചിട്ടുണ്ടോ എന്നോ CBIക്ക് ഇതുവരെ അയച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. അതായത് നിങ്ങളിങ്ങനെ അന്വേഷിച്ചപ്പോഴാണോ ഇതൊക്കെ തന്നെ സീക്രട്ടായിട്ട് നടക്കേണ്ട കാര്യമാണ് എന്ന് പറഞ്ഞത്? ഞങ്ങളിപ്പോ അതിന്റെ ബാക്കിൽ നിന്ന് നടക്കുകയാണ്. ഈ ഫയൽ എന്തായി, ഇപ്പൊ ഏത് നടപടിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇതുവരെയും CBIക്ക് അയച്ചിട്ടില്ല. ഈ ഫയലില് അതിന്റെ കവറിംഗ് ലെറ്റർ വെച്ച് ഡൽഹിയിൽ അയക്കണം, ഹോം മിനിസ്ട്രിക്ക്, ഇതുവരെ അയച്ചിട്ടില്ല. ഇവിടത്തെ സീക്രട്ട് സെക്ഷനിലാണ് ആ ഫയൽ ഇരിപ്പുള്ളത്. ആ ഫയലിനെ കുറിച്ച് വേറെ കാര്യങ്ങളൊന്നും ആരും പുറത്തും പറയുന്നില്ല. ഇപ്പം അത്രയ്ക്ക് സീക്രട്ടായിട്ട് കൈകാര്യം ചെയ്യണം. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നീതി ഒരിക്കലും ലഭിക്കില്ല. കാലതാമസം ഉണ്ടായി കഴിഞ്ഞാൽ തെളിവ് ഇപ്പോൾ തന്നെ നമുക്കറിയാം, തെളിവ് പൂർണ്ണമായി നശിപ്പിച്ചിട്ടുണ്ട്. ഇത് കാലതാമസം ഉണ്ടാവും തോറും തെളിവുകൾ നശിച്ചുകൊണ്ടിരിക്കും. ഈ കേസ് ഇല്ലാതായി പോകുന്ന അവസ്ഥയാണ്. അതാണ് ഇപ്പം ജസ്റ്റ് നമുക്കറിയാം. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഇപ്പൊ VC 33 വരെ സസ്പെൻഷൻ ക്യാൻസലാക്കി എന്നാണ്. ഇത് ഒരു തുടക്കം മാത്രമാണ്. നാളെ തന്നെ അടുത്ത വിധി വരും, അടുത്ത 50 വരെ ഒഴിവാക്കി. ഇങ്ങനെ പൂർണ്ണമായിട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന 20 വരെയും ചിലപ്പോൾ ഇവരെ ഒഴിവാക്കി കൊടുക്കേണ്ട സാധ്യതയാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്നുകൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ തന്നെ പറയും ഈ സിദ്ധാർത്ഥൻ സ്വയം പരിക്കുകൾ ഉണ്ടാക്കി ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് ഈ രീതി പോകുന്നത്. അപ്പൊ ഞങ്ങൾക്കിത് നോയിക്കൊണ്ടിരിക്കാൻ കഴിയില്ല. അപ്പൊ CBIക്ക് വിട്ട കേസ് CBIക്ക് ഇതുവരെയും സംസ്ഥാന സർക്കാർ എന്ത് നടപടി എടുത്തുവെന്ന് ഇതുവരെ ഞങ്ങളെ അറിയിച്ചിട്ടില്ല. മീഡിയയിലോടും പറയുന്നില്ല ഏത് അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്, അത് ഹോം മിനിസ്ട്രിക്ക് കൊടുത്തിട്ടുണ്ടോ എന്നൊക്കെ. അപ്പൊ അത് മീഡിയ തന്നെയാണ് ഇത് അന്വേഷിക്കേണ്ടി വരും. ഇപ്പോൾ ഇത് എവിടെ എത്തി നിൽക്കുന്നുവെന്ന് നിങ്ങൾ മീഡിയ അന്വേഷിച്ചാൽ മാത്രമേ ഇത് കണ്ടെത്താൻ കഴിയുള്ളൂ. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ. അപ്പം ഇത് ഇല്ലാത്ത അവസ്ഥയിൽ ഉണ്ടാവുന്നുവെങ്കിൽ ശക്തമായ സമരമായിട്ട് സിദ്ധാർത്ഥന്റെ അച്ഛനും അമ്മയും ഇറങ്ങേണ്ടി വരും, മുന്നോട്ട് ഇറങ്ങേണ്ടി വരും. അവരെ കുടുംബം എന്തായാലും അവൻ നേരത്തെ സിദ്ധാർത്ഥന്റെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞു ഏത് തരത്തിലുള്ള സമരമായിരിക്കും, അത് ക്ലിഫ് ഹൗസിലോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റ് നടയിലോ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള സമരമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോവേണ്ടി വരും. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഈ CBI അന്വേഷണം ഈ വെറുതെ പ്രഖ്യാപിച്ചതുപോലത്തെ ഒരു അവസ്ഥയിൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നു. ഞങ്ങൾക്ക് ഒരു നീതിയും ലഭിക്കാത്ത അവസ്ഥയാണ്
അവസ്ഥയാണ് ഇതുവരെ ഉള്ളത്. അപ്പം ഈ CBI അന്വേഷണം ഏതുവരെ എത്തി, ഫയൽ ഹോം മിനിസ്ട്രിക്ക് അയച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അയച്ചില്ല എങ്കിൽ അയക്കാനുള്ള കാലതാമസം എന്താണ്, ഇത്തരത്തിലുള്ള ഒരു വിവരവും ഇതുവരെയും ഞങ്ങളെ ഇതുവരെ രേഖാമൂലം അറിയിക്കുകയോ, ഞങ്ങളുടെ ഞങ്ങൾ നേരിട്ട് പോയിട്ടില്ല എങ്കിലും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ചില ആളുകൾ അത് തിരക്കിയിട്ടാണ് പറയുന്നത് ഇത് ഇന്ന അവസ്ഥയിൽ ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും കഴിയില്ല. അപ്പം അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞങ്ങൾ അറിഞ്ഞ കാര്യം ഇതാണ്, ഇതുവരെ ഈ ഫയല് CBIയിൽ എത്തിയിട്ടില്ല. ഇത്തരത്തിൽ CBIയിൽ എത്താത്ത നടപടിയിൽ ഇനിയും തുടർന്നു പോവുകയാണെങ്കിൽ ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടും വരും. സിദ്ധാർത്ഥന്റെ ആ വേദന ഇതുവരെയും മാറിയിട്ടില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാം. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മാധ്യമങ്ങളാണ് സഹായിക്കേണ്ടത്, ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ഒരു കാര്യം കൂടി ചോദിക്കേണ്ടത്, ഇതിൽ ഒരു ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം വ്യക്തം തന്നെയല്ലേ? അത് കാരണം നിങ്ങൾ ഈ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ചെല്ലുന്ന ആ ഒരു ദിവസം പിതാവ് ജയപ്രകാശ് അവിടെ നിന്ന് ഇറങ്ങി, താങ്കളടക്കമുള്ളവർ ചീഫ് മിനിസ്റ്ററിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ CBI അന്വേഷണം പ്രഖ്യാപിക്കുകയാണ്. അതിലൊരു കൃത്യമായ ഒരു ഇടപെടൽ, അല്ലെങ്കിൽ ഈ കേസ് അന്വേഷണം എങ്ങനെയെങ്കിലുമൊക്കെ തന്നെ തേച്ച് മാച്ച് കളണം. ഒരു CBI അന്വേഷണം എന്ന് പറഞ്ഞ് ഒരു മുഖം മൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളടക്കമുള്ളവർ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷ സമരം നടത്തുന്നവരൊന്നും തന്നെ അതിലേക്ക് പോവില്ല. അതെങ്ങനെയെങ്കിലുമൊക്കെ മുൻപ് നടന്ന പല സംഭവങ്ങൾ പോലെയും ഈ സിദ്ധാർത്ഥന്റെ മരണത്തെയും തേച്ച് മാച്ച് കളയുക, അത് തന്നെയാണ് സർക്കാർ ലക്ഷ്യം വെച്ചത്. അതിലവർ വിജയിച്ചിരിക്കുകയും ചെയ്യുന്നു. തീർച്ചയായിട്ടും സർ, മാഡം, ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി, ഞങ്ങൾ ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഫ്ലാഷ് ന്യൂസ് കാണിക്കുന്ന CBI അന്വേഷണം ആരംഭിച്ചു. അവിടുന്ന് പത്രക്കാരോട് സംസാരിച്ചിട്ട് വീട്ടിലെത്തിയപ്പോഴേക്കും ഫ്ലാഷ് ന്യൂസ് വരുന്നുണ്ട്. അപ്പൊ ഇത്രയും നാടകീയമായ, അല്ലെങ്കിൽ അവർ അത്രയും കരുതി കൂട്ടി, അല്ലെങ്കിൽ ഞങ്ങളെ കാത്തിരുന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ നടപടികളെല്ലാം ഉണ്ടായത്. അത് CBI പ്രഖ്യാപനം വന്നതോടുകൂടി മാധ്യമങ്ങളെല്ലാം മാധ്യമങ്ങൾ റിപ്പോർട്ടുകൾ കുറഞ്ഞു. പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള മറ്റുള്ള പാർട്ടിക്കാർ നടത്തിയിരുന്ന സമരങ്ങളെല്ലാം കുറഞ്ഞു. നാട്ടുകാരുടെ മനസ്സിലും ഉണ്ടായി അവനൊരു നീതി ലഭിക്കുമല്ലോ എന്നുള്ള. അപ്പൊ മൊത്തത്തില് എല്ലാവരുടെയും പ്രതികരണങ്ങൾ കുറയുകയും ജനം വിചാരിച്ചു ഇപ്പൊ തന്നെ നീതി നടപ്പിലാക്കും എന്നുള്ളൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാവുകയും ചെയ്തു. അതോപോലെ ഞങ്ങൾക്ക് വീട്ടുകാർക്കും ഉണ്ടായി, ഈ മാധ്യമങ്ങൾക്കുണ്ടായി, പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള മറ്റുള്ള പാർട്ടികൾക്കുണ്ടായി. അപ്പം എല്ലാവരും സമരം പരിപാടികൾ അവസാനിപ്പിച്ചു. സർക്കാരിന് അതൊരു ഗുണമായിട്ട് മാറി. ഇനി പ്രതിഷേധമില്ല, പാർട്ടി അല്ലെങ്കിൽ ഇലക്ഷൻ വരികയാണ്, അത് അവർക്ക് സഹായകമായി. ഇതെല്ലാം അതിനകത്തോട്ട് നമുക്ക് കൂട്ടി വായിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ ആരോപിതരായിട്ടുള്ളവരെല്ലാം SFI പ്രവർത്തകരാണ്. ഇപ്പൊ തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയല്ലോ മാഡം, ഇന്നലെ ഞങ്ങൾക്ക് മനസ്സിലായത് പുതിയ വാർത്ത അനുസരിച്ച് അവന് 8 മാസത്തോളം SFIയിലെ യൂണിറ്റ് സെക്രട്ടറിയുടെ റൂമിൽ വിളിച്ച് പോലീസ് മുറ പോലെ ഒപ്പിടിയിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായി എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ SFIയുടെ നേതൃത്വത്തിൽ അവിടെ ഈ കാടത്തമായ പ്രവർത്തികൾ നടക്കുന്നതോടൊപ്പം തന്നെ ഈ സെക്രട്ടറി തന്നെയാണ് അവിടുത്തെ ആന്റി റാഗിംഗ് കമ്മിറ്റിയിലുള്ള മെമ്പറും. അപ്പൊ നമ്മളൊന്ന് അതിനെക്കുറിച്ച് അതിന്റെ വിരോധാഭാസം ഒന്ന് ആലോചിക്കണം. ആ കോളേജ് ഏത് തലത്തിലേക്ക് എത്തി എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നത്. അവിടുത്തെ ഡീൻ എന്തിനാണ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ്. അത് ഉചിതമായ നടപടിയെടുത്തു. ഡീനിനെ പുറത്താക്കി, VCയെ പുറത്താക്കി, അവിടുത്തെ കാന്തനാഥനെ പുറത്താക്കി. പക്ഷെ പുതിയതായി വന്ന VCയും വീണ്ടും അതേ നടപടികളിലേക്ക് തന്നെ പോകുന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഇതെല്ലാം കാണുമ്പോൾ മനസ്സിലാവുന്നത്. ഇത്തരത്തിൽ ഈ കേസിന്റെ തുടക്കം മുതൽ കഴിഞ്ഞ് അവർ ആത്മഹത്യക്ക് തീർക്കുവാൻ വേണ്ടി ശ്രമിച്ച കേസിനെയാണ് ഞങ്ങൾ ഇന്ന് അതൊരു കൊലപാതകമാണെന്നുള്ള രീതിയിൽ എത്തിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ മിടുക്കാണ്. ഇതിപ്പം ഞങ്ങളുടെ മാധ്യമവും മറ്റുള്ള ഏജൻസികളും നമ്മുടെ സംഘടനകളും എല്ലാവരും സഹായിച്ചതോടുകൂടിയാണ് അതിനെ നമുക്ക് ഒരു ആത്മഹത്യയെ കൊലപാതകമാക്കി കാണാൻ കഴിഞ്ഞത്. അത് ഇത്തരത്തിൽ എത്തിയപ്പോൾ തന്നെ അവർ ആ പ്രാരംഭ തലത്തിലുള്ള എല്ലാ തെളിവുകളും നശിപ്പിച്ചു വരികയാണ്. ഒരു തെളിവും ഇപ്പം അവശേഷിക്കാത്ത അവസ്ഥയിൽ CBIക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ് ഇത്രയും കാലതാമസങ്ങൾ ഇവർ വരുത്തുന്നത്. ശരി, എന്തായാലും വളരെ നന്ദി ശ്രീ ഷിബു പ്രതികരിച്ചതിൽ. എന്തായാലും സിദ്ധാർത്ഥിൻ്റെ നീതി ഇനിയും അകലെ തന്നെയാണ്. കേസിൽ നീതി കിട്ടുമോ എന്ന സംശയമുണ്ട് എന്നാണ് സിദ്ധാർത്ഥിൻ്റെ പിതാവ് ജയപ്രകാശ് ജനം TVയോട് തന്നെ വ്യക്തമാക്കിയത്. തെളിവുകൾ നശിപ്പിക്കാനടക്കം ശ്രമം നടക്കുന്നു. ഇപ്പോൾ VCയുടെ തീരുമാനങ്ങൾക്കെതിരെ ഗവർണറെ സമീപിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും മാധ്യമങ്ങളൊന്നടങ്കം ഈ സിദ്ധാർത്ഥിന് നീതി ലഭിക്കുക എന്നുള്ള നീക്കത്തോട് തന്നെ മുന്നോട്ട് പോകും. ജനം TV അതിലെ മുൻപന്തിയിൽ തന്നെ നിൽക്കും എന്ന് വീണ്ടും പറയുകയാണ്. ഒപ്പം ABVP അടക്കമുള്ള സംഘടനകളും പ്രതിഷേധവുമായിട്ട് ഇനിയും സിദ്ധാർത്ഥിൻ്റെ നീതിക്ക് വേണ്ടി തെരുവിലിറങ്ങുക തന്നെ ചെയ്യും. വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു ശാലിനി. ഒപ്പം പ്രതികരിച്ചവർക്കും വളരെയധികം നന്ദി.